വിശേഷിച്ച് 10 ഗ്രാമത്തിൽ 12 ഇല്ലത്തിൽ മുട്ടിൽ മടുക്കത്ത് വായിക്കാട്ട് കല്ലുമടന്തിക്കാരെ വിശേഷിച്ചും എൻ്റെ മടിയ ക്ഷേത്രവാലിൻ്റെ 250 ലോകം ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണം, അങ്ങനെ ഗുണം വരണം, ഗുണം വരണം, ഗുണം വരണേ. എങ്കിൽ നിങ്ങൾ മറി എണ്ണണ്ട കടന്നെ, എങ്കിലും ഞങ്ങളുണ്ടല്ലോ. നിങ്ങൾ പത്രം കല്ലോട്ട് മുഴന്നൂര് ഓടങ്കര മാടങ്കര വിശേഷിച്ചും 6-8 കാരണന്മാർക്കും എൻ്റെ ഗുണം വരണം, ഗുണം വരണം. വിശേഷിച്ചും അല്ലേ അങ്ങനല്ലേ കർണനെ? ഏത് പ്രകാരമായിരിക്കും? 9 കളരി അന്ന് എൻ്റെ പടിയ ക്ഷേത്രപാലൻ സൂര്യത്തോൽ സമ്മതിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സമ്മതമല്ലേ നിങ്ങൾക്ക്? ആ പ്രകാരം ഇന്ന് പേർക്കും എൻ്റെ പടിയ ക്ഷേത്രപാലിൻ്റെ അടുത്ത് ഏറെക്കുറെ വരുത്താതെ അഭിമാനം തന്നെ വെച്ച് വഹിക്കുന്നുണ്ടല്ലോ. പാപ്പാട്ട് കയ്യോട്ട് ഓടങ്കര മാടങ്കര കുമ്പന്നൂർ കരിന്തളം അങ്ങനെ 6 ഗിരിവർണ്ണ കാരണവർക്കും ഗുണം തന്നെ, 6 ഗിരിവർണ്ണ കാരണവരെ അനന്തവർക്കും ഗുണം തന്നെ. ഇവിടെ ഭക്ഷണിച്ച് എല്ലാവരും പോകും.
എന്റെ മടിയൻ ക്ഷേത്രവാരാ, മടിയൻ ക്ഷേത്രവാരാ, മടിയൻ ക്ഷേത്രവാരാ, മടിയൻ ക്ഷേത്രവാരാ. അമ്മ മടിയങ്കാള രാത്രി, അമ്മ മടിയങ്കാള രാത്രി, അമ്മ മടിയങ്കാള രാത്രി. നടയിൽ ഭഗവതി, നടയിൽ ഭഗവതി, നടയിൽ ഭഗവതി, മാഞ്ഞാളി അമ്മ എന്നിങ്ങനെ നിലയുറപ്പിച്ചുവല്ലോ എന്റെ മടിയൻ ക്ഷേത്രവാരാ. നിലയുറപ്പിക്കുവാൻ തക്കവണ്ണം 4 ചിത്രപീഠങ്ങളും നിലയുറപ്പിച്ചു. വിശേഷിച്ചും മടിയൻ ചിത്രപീഠം, കുണ്ടി ചിത്രപീഠം, അമ്പാടി ചിത്രപീഠം, പള്ളി ചിത്രപീഠം എന്നിങ്ങനെ നിലയുറപ്പിച്ചുവല്ലോ എന്റെ മടിയ ക്ഷേത്രവാല. ദേശനാഥനായിരിക്കുന്നതായ മടിയ ക്ഷേത്രവാലകന് വന്ദനം. മടിയ ക്ഷേത്രവാല, മടിയ ക്ഷേത്രവാല, അമ്മ മടിയങ്കല്ലാതെ നിലനിർത്തിയല്ലോ. മടിയ ക്ഷേത്രവാല. നെഞ്ചോടടുത്ത് പിടിച്ചിരിക്കുന്നതായ വരണം വരണേ. ഭാരതത്തെ സംബന്ധിച്ച് വളരെ ശ്രേഷ്ഠമായ ഒരു ദിനമാണ് ജനുവരി 12. 1984 മുതൽ രാഷ്ട്രം ഈ ദിവസം ദേശീയ യുവജന ദിനമായി കൊണ്ടാടുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സ്വാമി വിവേകാനന്ദൻ്റെ ജയന്തി ദിവസം നമുക്കിന്ന് ഇവിടെ ഒത്തൊരുമിക്കാൻ കഴിഞ്ഞതിലുള്ള എൻ്റെ സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. സ്വാമി വിവേകാനന്ദനെ ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം യുവജന ദിനമായി ആചരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്നത്? ഭാരത ദർശനത്തെ ലോകമൊട്ടുക്ക് എത്തിച്ച വിശ്വപൗരനാണ് വിവേകാനന്ദൻ. അദ്ദേഹം രാജ്യത്തിൻ്റെ പുരോഗതിക്ക് യുവജനങ്ങളുടെ പങ്കാളിത്തം കണ്ടുകൊണ്ട് നമുക്ക് നൽകിയ ആഹ്വാനം, കഠോര ഉപനിഷത്തിൽ നിന്നെടുത്ത ഉത്തിഷ്ഠത ജാഗ്രത പ്രാഭിവര നിബോധിത എന്ന ആ ആഹ്വാനം ബ്രിട്ടീഷ് കോളനിയായിരുന്ന അന്നത്തെ ഇന്ത്യയെ ഇളക്കിമറിച്ചിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യ രംഗത്തെ നവോത്ഥാനങ്ങൾക്ക് തുടക്കം കുറിച്ച ആ യുവാവിൻ്റെ ജന്മദിനമാണ് നാം ഇന്ന് യുവജന ദിനമായി ആഘോഷിക്കുന്നത്. വിളക്കിൻ്റെ ഓർഡർ അനുസരിച്ച് എല്ലാവരുടെ അനുവാദത്തോടുകൂടി വിളക്ക് ധരിച്ച്
അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ളത് നെഹ്റു യുവകേന്ദ്ര ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അവരുകൾക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങിനെയാണ് പൃഥ്വിരാജ് ജിയെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം പറയാനുള്ള പറഞ്ഞാൽ ഈ യോഗ നമുക്കറിയാം, യോഗ തുടങ്ങിയിട്ട് കുറേ കാലമായി. യോഗനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട്, കാരണം ഇന്ന് പ്രത്യേകിച്ച് ദേശീയ യുവജന ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം വിവേകാനന്ദ സ്വാമിജിയുടെ ജന്മദിനം ജനുവരി 12. അത് രാജ്യമെമ്പാടും ആഘോഷിച്ച് വരികയാണ്. പല പരിപാടികളും സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് എല്ലാ സ്ഥലത്തും വ്യത്യസ്ത പരിപാടികളിലൂടെ വളരെ നല്ല നില നടത്തപ്പെടുകയാണ്. എന്തായാലും ഏറെ സന്തോഷമുണ്ട്. ഇതുപോലെ നമ്മുടെ പഞ്ചായത്തിനകത്ത് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് 6-ാം വാർഡിൽ എൻ്റെ വാർഡാണിത്. അപ്പോൾ ഈ ഒരു ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന് ആദ്യം ഇതിൻ്റെ സംഘാടകരോട് നന്ദി അറിയിക്കുകയാണ്. ചെറിയ ഒരു റിക്വസ്റ്റും കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ ചെറിയ ആവശ്യമുണ്ട്. വണ്ടി വന്നിട്ട് 3 മണിക്ക് കാറുടെ ഒത്തൊന്ന് പറഞ്ഞിന്, ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഏറെ ബഹുമാന്യനായ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന യൂത്ത് ഓഫീസർ, നെഹ്റു യുവകേന്ദ്ര ഒരു ദർശനത്തിൻ്റെ ഉടമകളായിരുന്നെങ്കിലും നാം സാമൂഹികമായി വളരെ പ്രാകൃതമായിരുന്നു. ഭഗവത്ഗീതയിൽ പറയുന്ന, ഭഗവത്ഗീതയുടെ 4-ാം അധ്യായത്തിലെ 13-ാം ശ്ലോകത്തിൽ പറയുന്ന ചതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന ആ ശ്ലോകത്തെ അടിസ്ഥാനമാക്കി ജനവിഭാഗങ്ങൾ ജാതികളായി തിരിഞ്ഞ് അസ്പൃശ്യതയും ഐത്തവുമൊക്കെ ആചരിച്ചിരുന്ന ഒരു ഭാരതത്തിൽ നിന്ന് ഇന്ന് ഈ സ്വതന്ത്ര ഭാരതത്തിൽ എത്തി നിൽക്കുമ്പോൾ നാം വളരെയേറെ മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഭഗവത്ഗീത പറഞ്ഞതായിരുന്നില്ല നാം പാലിച്ചു പോന്നിരുന്നത്. ആ ശ്ലോകത്തിൻ്റെ തൊട്ടടുത്ത വരികൾ, അടുത്ത വാക്കുകൾ അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും. ഗുണകർമ്മ വിഭാഗ എന്ന് പറയുമ്പോൾ ഗുണത്തിനും കർമ്മത്തിനും അടിസ്ഥാനമാക്കിയാണ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. ഗീതയെ ചിന്മയാനന്ദ സ്വാമികൾ വളരെ പ്രാക്ടിക്കലായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചിന്മയാസ്വാമികളുടെ ഗീത വായിക്കുന്നവർക്ക് ശരിയായ അർത്ഥത്തിൽ എന്താണ് വ്യാസൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ കൃഷ്ണൻ പറഞ്ഞതെന്ന് മനസ്സിലാവും. ലോകത്തിലെ ഏതൊരു സമൂഹത്തിലും പ്രാഥമികമായി 4 വിഭാഗങ്ങളുണ്ടായിരിക്കും. ദർ ഷുഡ് ബി 4 ക്ലാസ്സസ് ഇൻ എവറി ഹ്യൂമൻ സൊസൈറ്റി. അതിൽ ഫസ്റ്റ് ക്ലാസ്സാണ് ഇൻ്റലക്ച്വൽ ക്ലാസ്. സെക്കൻഡ് ആയിട്ട് പറയുന്നത് റൂളിംഗ് ക്ലാസ്സാണ്. 3-ാമതായി പറയുന്നത് കൊമേഴ്ഷ്യൽ ക്ലാസ്സാണ്. 4-ാമത് പറയുന്നത് വർക്കിംഗ് ക്ലാസ്സാണ്. അത് നമുക്ക് അമേരിക്കയിൽ ചെന്നാലും യൂറോപ്പിൽ ചെന്നാലും എവിടെ, ഏഷ്യയിൽ എവിടെ ചെന്നാലും ഇന്ത്യക്ക് വെളിയിലുള്ള ഏത് സമൂഹത്തിൽ ചെന്നാലും ഇത് കാണാം. പക്ഷെ നാം ഇതിനെ കൈകാര്യം ചെയ്തു വന്നപ്പോൾ ഇത് ജാതീയമായി മാറ്റപ്പെട്ടു. നമുക്കറിയാം, ഒരു രാജ്യത്തെ നയിക്കുന്നത് അവിടുത്തെ ഇൻ്റലക്ച്വൽ ക്ലാസ്സാണ്. നമ്മുടെ ആധുനിക ഭാരതത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന വ്യക്തിയെ നമുക്കറിയാം. നമ്മുടെ രാഷ്ട്ര തലവനായിരുന്നു, ശാസ്ത്രജ്ഞനായിരുന്നു, ബൗദ്ധികമായി എത്ര വികാസം ചെയ്തിലെത്തിയ ഒരു മഹാപുരുഷൻ. അദ്ദേഹം ഗീതക്കാരൻ്റെ ദൃഷ്ടിയിൽ യഥാർത്ഥത്തിൽ ബ്രാഹ്മണനാണ്. പക്ഷേ നാം അത് പറയുമ്പോൾ ആർക്കും ദഹിച്ചെന്ന് വരില്ല. അത് മുസൽമാനാണെന്ന് പറയും. മുസൽമാനാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു ആണോ എന്നുള്ളതല്ല, അയാളുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് അയാൾ ഏത് ക്ലാസ്സിൽ പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇൻ്റലക്ച്വൽ ക്ലാസ്, ഒരു സമൂഹത്തെ നയിക്കാൻ പ്രാപ്തിയുള്ളവർ. 2-ാമത് ഭരണകൂടത്തെ നയിക്കുന്നവർ, ഭരണകർത്താക്കൾ. അതാണ് നമ്മൾ ബ്രാഹ്മണൻ കഴിഞ്ഞാൽ സെക്കൻഡ് പറയുന്ന ക്ഷത്രിയർ. അപ്പോൾ ബ്രാഹ്മൺസ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണ സമുദായം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്.
ഒരിക്കലും അതിന് വേദത്തിൻ്റെയോ ഹിന്ദു ഗ്രന്ഥങ്ങളുടെയോ ഒന്നും തന്നെ അടിസ്ഥാനമില്ല. ഈ രീതിയിൽ അദ്വൈത വേദാന്തത്തെ ലോകത്തിന് അവതരിപ്പിച്ച മഹാനാണ് വിവേകാനന്ദൻ. യോഗ അദ്വൈത വേദാന്തം മാത്രമല്ല, യോഗയും അദ്ദേഹം ലോകത്തെ പരിചയിപ്പിച്ചു. യോഗയെക്കുറിച്ച് അറിവുള്ളവർ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഈ ഭാരത ദർശനം അല്ലെങ്കിൽ സനാതന ധർമ്മം എന്നതിനെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ പറയാതിരിക്കുക തരമില്ല. എന്താണ് ധർമ്മം? ഒരു പക്ഷേ പലർക്കും അറിയാമായിരിക്കാം, അറിവില്ലാത്തവരുമുണ്ടാവാം. മതം എന്ന അർത്ഥത്തിലല്ല നമ്മൾ ഹിന്ദു മതത്തെ കാണുന്നത്. ഹിന്ദു ധർമ്മം എന്നാണ് പറയുന്നത്. ഹിന്ദു ധർമ്മം അല്ലെങ്കിൽ സനാതന ധർമ്മം. സനാതനം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്. ധർമ്മം എന്ന വാക്കിന് അർത്ഥം തിരക്കി ധർമ്മപുത്രർ ഭീഷ്മ പിതാമഹനെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഇത് നിർവചിക്കാൻ പറ്റാത്തൊരു സമസ്യയാണ്. എന്താണ് നമ്മെ നിലനിർത്തുന്നത്? എന്താണ് നമ്മെ നാമാക്കി നിലനിർത്തുന്നത്? എന്താണ് നമ്മെ ഔന്നത്യത്തിലേക്ക് എത്തിക്കുന്നത്? അതാണ് ധർമ്മമെന്ന് മറുപടി കൊടുക്കുന്നുണ്ട്. ഇന്ന് സാറ് പറയുണ്ടായി, നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ദേശീയ യുവജന ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ദേശീയ യുവജന ദിനം എന്ന് പറയുന്നത് മഹാനായ സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിന ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോടും ചിന്തകളോടുള്ള കടപ്പാടും അത് യുവജനങ്ങൾക്ക് എത്രത്തോളം മാതൃകയും മുന്നോട്ട് പോകാനുള്ള ഊർജം നൽകി അവരുടെ ചിന്താശക്തിയെ മുന്നോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം നൽകിയ സംഭാവനകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും നൽകിയ സംഭാവനകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ദേശീയ യുവജനമായി ജനുവരി 12 ആഘോഷിച്ചു വരുന്നത്. കേവലം ദേശീയ യുവജന ദിനം എന്നുള്ളതിൻ്റെ മുകളിൽ ജനുവരി 12 മുതൽ ജനുവരി 19 വരെ നീണ്ടു നിൽക്കുന്ന യുവജന വാരാചരണമായിട്ടാണ് രാജ്യത്തുടനീളം നെഹ്റു യുവ കേന്ദ്രയാണെങ്കിലും NSS ആണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ അദ്ദേഹം രാജ്യത്തിന് നൽകിയ സംഭാവനകളെ അതിനോടുള്ള ഇതായി ആചരിച്ചു വരുന്നത്. പലരും അങ്ങനെ ഈ ഒരു ദിവസത്തിനെ പറ്റിയിട്ടുള്ള പ്രാധാന്യം അറിയോ, എന്തിനിത് നടത്തണം എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എല്ലാവരും എല്ലാ ഡേ ഒന്നും അങ്ങനെ ഓർത്ത് വെക്കാറൊന്നുമില്ല. പക്ഷേ ഒരു യോഗ സെൻറ്റർ യുവജന ദിന ആഘോഷിക്കുന്നു പറയുമ്പോൾ വളരെ വളരെ അഭിനന്ദനമാണ്. കാരണം യോഗയിലൂടെ ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ തീർച്ചയായും ശ്രമിക്കുന്നത് ഇപ്പം ഗവൺമെൻറ് തലത്തിലും ദേശീയ തലത്തിലായാലും ഓരോ സ്റ്റേറ്റ് ലെവലിലായാലും ഗവൺമെൻറ് അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പുതുതലമുറയെ നല്ല നമ്മുടെ സമൂഹത്തിന് ഏറ്റവും യോജിക്കുന്ന തരത്തിൽ അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ യോഗ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ദിവസം വളരെ മനോഹരമാക്കി തീർത്ത നമ്മുടെ ഇദ്ദേഹത്തിനോട് നന്ദി പറയാറുണ്ട് ശരിക്കും. പിന്നെ അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ശ്രീ TLC സാറിനെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.